ഇതാണ് സംഘം. ഇതാണല്ലേ. ജോയ്സിന് സിസ്റ്റർ റോസിന് പരിചയം ഒട്ടുമില്ല. എനിക്ക് അധികം പരിചയമില്ല. ഞാൻ ആ പത്രത്തിൽ വായിച്ച പരിചയം എനിക്കുള്ളൂ. കുറെ വർഷമായോ സിസ്റ്റർ ആർട്ട് വർക്ക് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്? ആള് പണ്ട് മുതലേ കുറച്ച് വരയ്ക്കുമായിരുന്നു. പിന്നെ ആള് ഇതിന്റെ സ്പെഷ്യലായിട്ട് RLB കോളേജിൽ പഠിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇതിലേക്ക് ഫുൾ കോൺസെൻട്രേറ്റഡ് ആയത്. ഞാൻ കണ്ടിരുന്നു. അതായത് അവര് കോൺവെന്റിൽ എന്തോ കോൺവെന്റിന്റെ മതിലുകളിൽ വായിച്ചതാണ്. സിസ്റ്റർ റോസ്മിനെ കുറിച്ച് നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ അറിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് ഏറെ അറിയാനുണ്ട്. സിസ്റ്റർ റോസ്മിൻ, കുറച്ച് സമയം ഞങ്ങളോട് പങ്കിടാമോ? അതിനെന്താ, തീർച്ചയായും വരാലോ. ഓക്കെ, ഏറെ സന്തോഷം. ബിനാലെ പ്രദർശന വേദിയിൽ സിസ്റ്റർ റോസ്മിന്റെ ശില്പകല പ്രദർശനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ജോയ്സിന് എന്താ ഫീൽ ചെയ്തേ? ഞാൻ ഈ കൊച്ചിയിലേക്കൊക്കെ വരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊന്നും ഞാൻ പ്രതീക്ഷിച്ചത്. ഞാൻ ജസ്റ്റ് കടലൊക്കെ കണ്ട് അങ്ങനെ പോവാന്നൊക്കെ സംസാരിച്ച് പോവാന്ന് ഓർത്തേ. ഇത് ശരിക്കും ഭയങ്കര അതിശയമായിട്ടോ. അതും ഒരു സിസ്റ്റർ, ഇത്രയും കലാരൂപങ്ങൾ, ശരിക്കും ഒരു അത്ഭുതമായിരുന്നു. അത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലേ. ശരിക്കും സിസ്റ്റർ റോസ്വിൻ ഈ ഒരു അത്ഭുതത്തെക്കാൾ അധികമാണ്. ഒരുപാട് കഴിവുകളും ഒരുപാട് നന്മകളുള്ള ഒരാളാണ് സിസ്റ്റർ റോസ്വിൻ. സിസ്റ്ററിനെ കുറിച്ച് അറിയുമ്പോഴേ സിസ്റ്ററിൻ്റെ ഒരു ദൈവവിളി, വീട്ടിലെ സാഹചര്യങ്ങൾ, സന്യാസത്തിലേക്കുള്ള യാത്ര, ഈ ബിനാലയിലേക്കുള്ള യാത്ര, ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് അറിയണമെന്നൊരാഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ 2006 കോൺവെൻറ്റിൽ ചേരണേ. 2006 ചുവര മഠത്തിലാണ് ചേർന്നത് ആദ്യമായിട്ട്. പിന്നെ ഞാൻ +2 പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഫോർമേഷനൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് 2013 ഞാൻ ഫസ്റ്റ് പ്രൊഫഷൻ എൻ്റെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാണ് ഞാനിങ്ങനെ വരയോട് കൂടുതലും എനിക്ക് താല്പര്യവും കാര്യങ്ങളൊക്കെ. സിസ്റ്റേഴ്സൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. പിന്നെ ചെറുപ്പത്തിൽ വീട്ടിൽ അപ്പച്ചൻ ഇങ്ങനെ കലാകാരനാണ്. അപ്പോൾ അപ്പച്ചൻ ചെയ്യണ കാര്യങ്ങളൊക്കെ കുറച്ചൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വീട് ഇങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നതും ഗാർഡൻ ഡിസൈൻ ചെയ്തേക്കുന്നതൊക്കെ അപ്പച്ചനാണ്. വീട്ടിൽ ആരൊക്കെയാണുള്ളത്? വീട്ടിൽ അപ്പച്ചൻ, അമ്മച്ചി, പിന്നെ ഞങ്ങൾ 3 മക്കളാണ്, 3 പെൺമക്കൾ. പിന്നെ എൻ്റെ കൂടെ ഒരു ട്വിൻ സിസ്റ്റർ ഉണ്ട്. ആള് കല്യാണം കഴിഞ്ഞു. പിന്നെ അനിയത്തിയും കല്യാണം കഴിഞ്ഞു. ട്വിൻ സിസ്റ്ററിനെ പിരിയാൻ നല്ല പ്രയാസം ഉണ്ടായിരുന്നു തോന്നുന്നല്ലേ? മഠത്തിൽ വരുമ്പോൾ എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം ഈ ട്വിൻ സിസ്റ്ററിനെ പിരിയുക എന്നുള്ളതായിരുന്നു. കാരണം ആളും ഞാനും അത്രയും ഒരു ബന്ധമായിരുന്നു. അപ്പോൾ ഫോർമേഷൻ കാലഘട്ടത്തിലൊക്കെ മുഴുവനും ഞാൻ എൻ്റെ ഈ ഒരാളെ പിരിയുക എന്നുള്ളത്, എന്നെ സംബന്ധിച്ച് ആളെ പിരിയുക എന്നുള്ളത് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ രണ്ടുപേര് തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ ആഴൊക്കെ എനിക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. അപ്പോൾ അതെന്തിനാണ്, അപ്പോൾ ആളെയും കൂടി വിളിക്കാൻ പാടില്ലേ എന്നൊക്കെയുള്ള ചിന്തയ്ക്കായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ദൈവം പിന്നീടാണെങ്കിലും എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്, നിന്നെയാണ് ആവശ്യം. അവൾക്ക് ആ ഒരു വിളിയിലൂടെ അവൾ ദൈവത്തിന് സമർപ്പിക്കണം, അല്ലെങ്കിൽ അവൾ ആ ഒരു വിശ്വാസ ജീവിതം എന്നെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇപ്പം എനിക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ബിനാലയ്ക്കും സ്കൾപ്ചറും ഇതൊക്കെ ചെയ്യുമ്പോഴും അതെനിക്ക് കൂടുതൽ ഇങ്ങനെ ദൈവം വെളിപ്പെടുത്തി തരാണ് എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ആവശ്യകത, അല്ലെങ്കിൽ ദൈവത്തിന് എന്നെക്കുറിച്ചുള്ളൊരു പദ്ധതി എന്താണെന്ന് മനസ്സിലാക്കി കൂടുതൽ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കലാകാരിയിലേക്കുള്ള തുടക്കം എനിക്ക് തോന്നുന്നു നമ്മുടെ ചുവര മഠത്തിൻ്റെ മതിലുകളിൽ ചിത്രങ്ങൾ വരച്ചുള്ള ഒരു തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെയാണോ? അതെ അതെ. ഓക്കെ, അതിനെക്കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ. ഞാനിങ്ങനെ കൊറോണയുടെ സമയത്താണ് നമ്മളിങ്ങനെ യാത്രയൊക്കെ അധികം കുറഞ്ഞൂല്ലോ. അപ്പോൾ കൊറോണയുടെ സമയത്ത് ഈ ചുമരൊക്കെ കാണുമ്പോൾ എനിക്ക് വരയ്ക്കാൻ തോന്നിയിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ അന്നും മദറായിരുന്നു. അപ്പം മദറിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, മദർ എനിക്ക് ചുമര് കാണുമ്പോൾ വരയ്ക്കാൻ തോന്നുന്നുണ്ട്. അപ്പം മദറാണ് ആദ്യമായിട്ട് എനിക്ക് ബ്രഷും പെയിൻ്റൊക്കെ വാങ്ങി തന്നത്. അങ്ങനെ പിന്നെ അവിടെയുള്ള അമ്മമാരൊക്കെ ഭയങ്കര ചർച്ചയായി, ഈ കൊച്ചിനെ ഇങ്ങനെ കഴിവുണ്ട്, പഠിക്കാൻ വിടണം. അപ്പം അന്ന് ഇപ്പോഴത്തെ വികാരി ജനറലായിരുന്ന പ്രസന്ന അമ്മ ഞങ്ങളുടെ പ്രൊവിൻഷ്യലായിരുന്നു. അപ്പോൾ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മയാണ് എൻ്റെ നോയ്സ് മിസ്ട്രസ് കൂടിയാണ് അമ്മ. അപ്പോൾ അമ്മയാണ് എന്നെ ഇങ്ങനെ RLBയിലേക്കുള്ള ഒരു പഠനത്തിൻ്റെ സാധ്യതയും കാര്യങ്ങളൊക്കെ എനിക്ക് വിട്ടത്. അപ്പോൾ അവിടെ നിന്നാണ് RLBയിലേക്കുള്ള ഒരു അഡ്മിഷൻ്റെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് ഞങ്ങളിങ്ങനെ അന്വേഷിച്ച് പഠിക്കാൻ എവിടെയാണ് കൂടുതലും സൗകര്യവും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് RLBയിലാണ് കൂടുതലും. അങ്ങനെയാണ് RLBയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടത്. സാധാരണ സിസ്റ്റേഴ്സൊന്നും ഒരുപാട് കൈവയ്ക്കുന്നൊരു മേഖലയല്ല ഈ കലാപരമായ കാര്യങ്ങൾ. ആ കോളേജ് ചെന്നിട്ടുള്ള സിസ്റ്ററിൻ്റെ അനുഭവങ്ങൾ എങ്ങനെയായിരുന്നു? കോളേജിൽ ചെന്നിട്ട് ഞാനിങ്ങനെ പഠിച്ചിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ ഞാനിങ്ങനെ കുട്ടികളെങ്ങനെ വരയ്ക്കണേന്ന് നോക്കിയിരുന്നു. അപ്പോൾ അവർ ഓരോരുത്തരും ചെയ്യണത് എങ്ങനെയാണ് എന്നൊക്കെ പഠിച്ചെടുക്കാൻ ശ്രമിക്കുമായിരുന്നു.
അപ്പോൾ ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ ഇങ്ങനെ മനസ്സിൽ വിഷമം വന്നിട്ട് തിരിച്ചു പോകുന്നാലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് പഠിക്കാനാണ് പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഇയർ എല്ലാം പഠിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതലും സ്കൾപ്ചറിനോട് കൂടുതൽ താല്പര്യം തോന്നിയിരുന്നു എനിക്ക്. അങ്ങനെ സ്കൾപ്ചർ പഠിച്ച് ഇത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ സ്കൾപ്ചർ തിരഞ്ഞെടുക്കാനായിട്ട് എന്തെങ്കിലും പ്രചോദനം? പെയിൻറ്റിങ്ങിനാണല്ലോ പോയത്, പിന്നെ ഈ സ്കൾപ്ചറിലേക്കുള്ളൊരു ചേഞ്ച് അത് വേറെ ആരെങ്കിലും ഒരു പ്രചോദനമാണോ അതോ സ്വയം അടുത്തൊരു പ്രചോദനമാണോ? അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ച് കൂടുതൽ മനസ്സിലാക്കി കുറച്ചുകൂടി ഡെപ്ത് സ്കൾപ്ചറിനാണുള്ളത്. പിന്നെ സാറുമാരുടെ അടുത്തും മിസ്സുമാരുടെ അടുത്ത് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഏതെടുത്താലും കുഴപ്പമില്ല, സിസ്റ്റർ പഠിച്ചു പോരും എന്നുള്ളൊരു കാര്യമൊക്കെ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് എൻ്റെ HOD സാറ് അനു എന്ന് പറഞ്ഞ സാറായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞത് എല്ലാ സിസ്റ്റർമാരും അച്ഛന്മാരും പെയിൻറ്റിങ് എടുക്കാറ്, അപ്പോൾ സിസ്റ്റർ ഒന്ന് മാറി ചിന്തിക്കാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ട് അങ്ങനെ സ്കൾപ്ചർ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒന്ന് മാറി ചിന്തിച്ചത് ഇപ്പോൾ ഒരു വലിയൊരു നിയോഗത്തിന് വഴിതെളിച്ചതായി തോന്നുന്നുണ്ടല്ലേ? അത് ശരിക്കും തോന്നി. സിസ്റ്റർ ജോയ്സിനെ അറിയോ? ഞാൻ കണ്ടിട്ടുള്ള സിസ്റ്റർ ഓസ്പിൻ, മാലു, സാധാരണ നമ്മൾ സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ആ വ്യക്തി ഒരുപാട് സന്തോഷിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് റിപ്ലൈസ് കൊടുക്കുന്ന ഒരാളാണ്. ഇപ്പോഴും സിസ്റ്റർ ഓസ്പിൻ അങ്ങനത്തൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പം എനിക്കൊരു സംശയമുണ്ട്, അല്പം ഒരു ഗൗരവം ആയി തുടങ്ങിയോന്ന് എനിക്കൊരു സംശയമുണ്ട്. കുറച്ച് ഗൗരവമായിട്ടുണ്ടെങ്കിൽ ആ ഒരു സിംപ്ലിസിറ്റിക്കൊന്നും കുറവില്ല. അത് കുറച്ച് സമയം കൊണ്ട് സിസ്റ്റർ ജോയ്സിന് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചേഞ്ച് സിസ്റ്റർ ഓസ്പിന് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടോ? എൻ്റെ ഒരു ബേസിക് നേച്ചറിൽ നിന്ന് ഒരു അല്പം ചേഞ്ച് എന്നിൽ വന്നു എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചേട്ടോ. ഞാനിങ്ങനെ കോൺവെൻറ്റിൽ ചേരുമ്പോൾ നമുക്ക് സ്വതസിദ്ധമായ കാര്യങ്ങൾ എനിക്ക് അത്ര ഫ്രീഡം കിട്ടിയിട്ടുണ്ട് കോൺവെൻറ്റിൽ വെച്ച്. നമുക്ക് എന്ത് ചെയ്യാനും പറയാനും ആ ഒരു ഫ്രീഡമാണ് എന്നെ എനിക്കൊരു സിസ്റ്റർ ആവണമെന്ന് കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അങ്കമാലി പ്രൊവിൻസിലെ അംഗമാണ്. അപ്പോൾ അവിടെ വെച്ചാണെങ്കിൽ ഫോർമേഷനിലാണെങ്കിലും എനിക്ക് ആ ഒരു ഫ്രീഡം നമുക്ക് സംസാരിക്കാനും പറയാനും ചെയ്യാനൊക്കെ ഉള്ളൊരു ഫ്രീഡം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എപ്പോഴും എൻ്റെ മനസ്സിൽ ആ സ്വതസിദ്ധമായൊരു കാര്യം പുറത്ത് കൊണ്ടുവരണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ആയിരുന്നു. അപ്പോൾ അന്നും അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഉടുപ്പിട്ടതിന് ശേഷമാണ് ഞാനിങ്ങനെ കൂടുതലും എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് തന്നെ എൻ്റെ ട്വിൻ സിസ്റ്ററിൻ്റെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് ഒത്തിരി മാറ്റം വന്നു, എനിക്കൊരു മാറ്റം വന്നിട്ടില്ല എന്നുള്ളൊരു ചിന്തയൊക്കെ എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഈശോയോടായിട്ടുള്ളൊരു ബന്ധമൊക്കെ ഫോം ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ അന്ന് ഇങ്ങനെ ആദ്യമായിട്ട് ഈശോയോട് സംസാരിക്കുമായിരുന്നു. ഇങ്ങനെ സംസാരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ അത് നേരെ ഞാൻ ഈശോയിലേക്ക് ആക്കി തുടങ്ങിയതൊക്കെ അന്നായിരുന്നു. അപ്പോൾ അന്ന് തുടങ്ങി ഇങ്ങനെ ഈശോയോട് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഉള്ളിലേക്ക് നമ്മളിങ്ങനെ ഒരു യാത്ര, അല്ലെങ്കിൽ ഉള്ളിലെന്താണ് പ്രത്യേകത, അമ്മത്രേസി പറയണ പോലെയൊക്കെ ഉള്ളിലൊരു നിധിയുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടുപിടിക്കണം, അത് കണ്ടെത്തണം, അത് എന്തുമാത്രം ആഴപ്പെട്ടതാണ്, അല്ലെങ്കിൽ ആ ഒരു യാത്രയിൽ ഞാൻ എവിടെയാണ് എന്നുള്ളതൊക്കെ അറിയണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പം അന്ന് തുടങ്ങി അതിന് വേണ്ടി നന്നായിട്ട് പരിശ്രമിക്കുമായിരുന്നു. ശരിക്കും ഈ മഠത്തിലെ മൗന ഏകാന്തതയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ കലാജീവിതത്തെ എങ്ങനെയാണ് സഹായിക്കുകയാണ് ചെയ്തത്? അല്ലെങ്കിൽ നമ്മുടേതായ കുറച്ച് റൂൾസൊക്കെ ഉണ്ടല്ലോ, നമുക്ക് ഒരുപാട് റൂൾസ് നമുക്കുണ്ട്, അതൊക്കെ സഹായിക്കുകയാണ് ചെയ്തത് ഈ കലാപരമായ ജീവിതത്തിന്? എനിക്ക് തുടക്കമൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. മൗനമൊക്കെ ആയിട്ടിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് ഒരു 6 വർഷക്കാലമൊക്കെ മൗനമായിട്ടിരിക്കാൻ വേണ്ടി ഞാൻ അതിന് വേണ്ടി പ്രയത്നിക്കുകയായിരുന്നു. ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ എനിക്ക് അതിൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് മനസ്സിലായി തുടങ്ങി. അപ്പോൾ വീണ്ടും ഞാൻ അതിലേക്ക് ഇങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ആർട്ട് പഠിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതലും സാറുമാർ ഞങ്ങൾ കോളേജിൽ വെച്ച് പറയുമായിരുന്നു, നിങ്ങൾ നിങ്ങളുടെ സ്പേസിൽ ഇരുന്ന് പഠിക്കണം എന്ന്, അപ്പോൾ അതിനെക്കുറിച്ച് മെഡിറ്റേഷൻ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ എനിക്ക് അത് കൂടുതലും എളുപ്പമായി. ഒരു കാര്യം ചെയ്യണേക്കായും മുമ്പ്, ഒരു വർക്ക് തുടങ്ങണേക്കായും മുൻപൊക്കെ എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും മെഡിറ്റേഷൻ ചെയ്യാനൊക്കെ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പ്രത്യേകിച്ച് സ്കൾപ്ചറൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സ് ഞാൻ എപ്പോഴും ഇങ്ങനെ ക്ലീനാക്കി വെക്കും എൻ്റെ മനസ്സ്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ എനിക്കൊരു ശില്പം ചെയ്യാൻ പറ്റാറുള്ളൂ. ഇപ്പം ഞാനൊരു സംശയം ചോദിച്ചല്ലോ റോസ്വിനെ, ഇപ്പം ഇതേപോലെയുള്ള കലകളൊക്കെ പുറത്ത് വരുന്നെങ്കിൽ, നമ്മുടെ കൈവിരൽ തുമ്പിലൂടെ പുറത്ത് വരണമെങ്കിൽ, എനിക്ക് തോന്നുന്നു കല എന്ന് പറയുന്നത് ഒരു എക്സ്പ്രഷനിസാണ്, സന്യാസം എന്ന് പറയുന്നത് ഒരു ഇൻട്രോസ്പെക്ഷനാണ്, ഉള്ളിലേക്കുള്ളൊരു യാത്രയാണെന്നൊക്കെ പറയും. ഇപ്പം ഇത് രണ്ട് എക്സ്ട്രീം അല്ലേ, രണ്ടും ഒരു കോൺട്രഡിക്ഷനാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും എങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകുമ്പോൾ അതിലെന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ റോസ്വിൻ അനുഭവപ്പെടാറുണ്ടോ? ഒരു ഇൻ്റർണൽ സ്ട്രഗിളൊക്കെ അനുഭവപ്പെടാറുണ്ടോ? എങ്ങനെയാണ് അതിനെ ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് പറ്റുന്നതെന്നൊന്ന് പറഞ്ഞു. തുടക്കത്തിൽ എനിക്ക് പഠിക്കാൻ പോകുമ്പോൾ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഇതെങ്ങനെ ഞാൻ കൊണ്ടുപോകും, അല്ലെങ്കിൽ എങ്ങനെ ഞാൻ എൻ്റെ ഒരു കലയാകുന്ന ഭാഷയെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കും എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ 4 വർഷക്കാലം അതിനു വേണ്ടി തന്നെ ഡ്രോയിങ് ചെയ്ത് പഠിച്ച് ഞാൻ കലയ്ക്കൊരു ഭാഷ കൊടുത്തു.
ഭാഷ കൊടുത്ത് ആദ്യമൊക്കെ എനിക്ക് റിജക്ഷനാണ് കിട്ടിയത് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ. അപ്പം ഇങ്ങനെ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ശരിയാവാത്തതുകൊണ്ട്. അപ്പോൾ സാറ് പറഞ്ഞു ശരിയാവും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പിന്നെ അതിന് വേണ്ടി ഇങ്ങനെ പ്രയത്നിക്കുകയായിരുന്നു. അപ്പം ഞാനെന്നും ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഈശോയെ ഇങ്ങനെ തിയറി കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അത് എൻ്റെ കൈകളിലൂടെ നീ ഒരു ശില്പം ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രോയിങ് ചെയ്യാനൊക്കെ നീ ഇങ്ങനെ ഇടവരുത്തണേന്നൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. അന്നൊന്നും അങ്ങനെ എനിക്ക് പ്രാർത്ഥിക്കും, മനസ്സിലിങ്ങനെ ആഗ്രഹം വരുമ്പോൾ പ്രാർത്ഥിക്കും. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി തുടങ്ങി നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതങ്ങനെ തന്നെ. കലയ്ക്കൊരിക്കും ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണോ, ദേഷ്യമാണെങ്കിൽ ദേഷ്യം, സന്തോഷമാണെങ്കിൽ സന്തോഷം, അതങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലേക്ക് പ്രകടമായിട്ട് വരും. അതാണ് കൂടുതലും ഒരു ആഴത്തിലേക്ക് നമ്മുടെ മനസ്സിലുള്ളത് അങ്ങനെ എക്സ്പ്രഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് കലയുടെ ഏറ്റവും വലിയൊരു വിജയം. അവിടെയുള്ള പിക്ചേഴ്സിലല്ലേ ഒരുപാട് മുഖങ്ങളിൽ ഒരുപാട് ഭാവങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും സിസ്റ്റർ ഉദ്ദേശിച്ച ഭാവങ്ങളൊക്കെ തന്നെയാണോ അവിടെ ആസ്വദിക്കാൻ വരുന്നവർക്കും അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടോ? എന്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത്? ഭാവം ഞാനൊരു ആർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കല ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റഡിയൊക്കെ ചെയ്യുമ്പോൾ ഒരു വ്യക്തിനെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ആ ബാഹ്യരൂപത്തിൽ ഞാൻ ഒരിക്കലും നോക്കാറില്ല. അപ്പോൾ ഞാൻ ആ ഒരു വ്യക്തിനെ സ്റ്റഡി ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ അകത്തെന്താന്ന് നോക്കും, ആ വ്യക്തിയുടെ ഒരു ഇമോഷൻ, ക്യാരക്ടർ. അപ്പോൾ ആ ഒരു കാര്യം എങ്ങനെ എൻ്റെ വർക്കിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ ഒരു 20 ഡ്രോയിങ് ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്ത് അത് നമുക്കൊരു സംതൃപ്തി വരും. പിന്നെ ഞാനത് സ്കൾപ്ചറിലേക്ക് മാറ്റും. ഈ മോഷൻ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞല്ലേ, ഇപ്പോൾ എനിക്ക് തോന്നുന്നു സൈക്കോളജി പഠിച്ചിട്ടുണ്ട് റോസ്മിൻ. സൈക്കോളജി. അപ്പോൾ ഈ സൈക്കോളജിയിലുള്ളൊരു ബേസ് ഈ ഇമോഷൻസിനെയും ആളുകൾ ഒബ്സർവ് ചെയ്ത് അവരുടെ ഇമോഷൻസ് ക്യാച്ച് ചെയ്യാനായിട്ട് ഏറെ സഹായകമായിട്ടുണ്ടെന്ന് തോന്നുന്നു. സൈക്കോളജി പഠനം എനിക്ക് ഇതിലേക്ക് കുറച്ചും കൂടി എനിക്ക് വ്യക്തികളെ പഠിക്കാൻ കുറച്ചും കൂടി അവരുടെ വികാരങ്ങൾ ഇതിലെ ശില്പങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് കുറച്ചുകൂടി എളുപ്പമായെന്ന് തോന്നുന്നു. സഹായകമായിട്ടുണ്ട്. അതെനിക്ക് അത് പഠിച്ചതിന് ശേഷം ഞാൻ 1 വർഷം സ്കൂളിലൊക്കെ കുട്ടികളെ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിരുന്നു. അപ്പോൾ ഇപ്പോൾ ഈ ആർട്ട് പഠിച്ചതിന് ശേഷം ഞാനത് വ്യക്തികളിലേക്ക് നോക്കുമ്പോൾ അല്ലെങ്കിൽ അവരെക്കുറിച്ച് പഠിക്കുമ്പോഴൊക്കെ അവർ പറയണ കാര്യങ്ങൾ അതൊക്കെ പിന്നെ എൻ്റെ ഒരു ഫീലിങ്സും കാര്യങ്ങളൊക്കെ അതിൽ വരും. മെയിനായിട്ട് അവരുടെ ഒരു ക്യാരക്ടറിൻ്റെ പ്രത്യേകത കാര്യങ്ങളൊക്കെ. അപ്പോൾ മെയിനായിട്ട് അമ്മമാരെയാണ് ഞാൻ കൂടുതലും ചെയ്തേക്കണം, മഠത്തിലെ പ്രായമായ അമ്മമാർ. അപ്പോൾ അവർ സന്യാസത്തിൽ വന്നിട്ട് ഇത്രയും നാൾ ജീവിച്ചു എന്ന് പറയുന്നത് തന്നെ വലിയൊരു അത്ഭുതം എന്നെ സംബന്ധിച്ച്. അപ്പോൾ അതെങ്ങനെയാണ് അവർ പ്രാർത്ഥനാ ജീവിതത്തിൽ എങ്ങനെ വളർന്നേനെ, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് സന്യാസത്തിൽ ദാരിദ്ര്യം ജീവിക്കണേ, അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ അവരോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ അവരോരോന്ന് പറയും. അതൊക്കെ ഞാൻ അങ്ങനെ കുറിച്ചിടും. ആ സമയത്ത് തോന്നണത് എന്തോണോ അതാണ് ഞാൻ എൻ്റെ ഒരു ഡ്രോയിങ്ങിലും സ്കൾപ്ചറിലൊക്കെ കൊണ്ടുവരുന്നത്. ശരിക്കും ഈ കല എന്ന് പറയുന്നത് ഒരിക്കലും മതത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്നൊരു കാര്യമല്ലല്ലോ. അവിടെ എനിക്ക് തോന്നുന്നു കൂടുതലും സിസ്റ്റേഴ്സിൻ്റെ പിക്ചേഴ്സിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാ രംഗത്തും അതൊന്ന് പ്രദർശിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാൻ അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? ഞാൻ മതം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ ഒരു സിസ്റ്ററായതുകൊണ്ട് മതത്തിൻ്റെ എൻ്റെ ഒരു സ്പിരിച്വാലിറ്റി കാര്യങ്ങളൊക്കെ പോകുമ്പോൾ മതം, സ്നേഹം എന്നുള്ളത് എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു കാര്യമാണ്. ഈശോ അത് തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചേക്കണം. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ അപ്പുറത്തേക്ക് എങ്ങനെ കടക്കാം, അല്ലെങ്കിൽ മതത്തിൻ്റെ ഒരു കാര്യത്തിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ നോക്കിക്കാണാം എന്നുള്ളതാണ് കൂടുതലും ഞാൻ നോക്കിക്കാണാം. പക്ഷേ എന്നാലും ഞാനൊരു സിസ്റ്റർ ആയതുകൊണ്ട് ഞാൻ എൻ്റെ റിലീജിയസ് ലൈഫിലെ ഒരു കാര്യങ്ങൾ, നമ്മുടെ നിയമങ്ങളും കാര്യങ്ങൾക്കൊക്കെ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വ്യക്തികൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് എങ്ങനെ എന്നിലൂടെ ഒരു പ്രത്യാശ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ എൻ്റെ ഒരു വർക്ക് കാണുമ്പോൾ അവർക്കതെങ്ങനെ ഫീൽ ചെയ്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും. അത് എന്നിൽ തന്നെ ഒരു അതിജീവനത്തിൻ്റെ ഒരു മാർഗം കൂടിയാണ്. ശരിക്കും എൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്നൊക്കെ പറയാം. പക്ഷെ ഈ വർക്കിൻ്റെ അകത്ത് തന്നെ നമ്മുടെ ചില കാര്യങ്ങളുണ്ടാവും. അതാണ് മെയിൻ നമ്മൾ ചെയ്യണം. പക്ഷെ കാണുന്ന വ്യക്തികൾക്ക് അത് അവരുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്താൻ അവരങ്ങനെയാണ് ബന്ധപ്പെടുത്തുന്നത്. അപ്പോൾ അത് കൂടുതലും എനിക്കൊരു ഭയങ്കര ഒരു ഈ ബിനാലയ്ക്കൊക്കെ പങ്കെടുത്തപ്പോൾ ഒത്തിരി എനിക്ക് അഭിനന്ദനങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടിയത് അങ്ങനെയാണ്. ഇത് റോസ്മിൻ എവിടെയോ പറയുന്നത് ഞാൻ കേട്ടു. ഈ അടുത്തൊരു ആഗ്രഹം എന്ന് പറയുന്നത് ബൈബിൾ കഥാപാത്രങ്ങളിലേക്ക്, ആ സാഹചര്യങ്ങളിലേക്ക് റോസ്മിൻ്റെ കഴിവിനെ, ശില്പകലയെ ഒന്ന് ബ്ലെൻഡ് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് ആഗ്രഹിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ചിന്തയെക്കുറിച്ച് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിനെ കുറിച്ച് ഒന്ന് സംസാരിച്ചേ. ഞാൻ ഈ പഠനത്തിന് ശേഷം എനിക്കിങ്ങനെ ബൈബിളൊക്കെ മനസ്സിലാക്കണം, അറിയണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ഇതിങ്ങനെ പഠിക്കുന്തോറും നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ബൈബിള്, ഈശോയെക്കുറിച്ച് അല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ചൊക്കെ എന്താ ചെയ്യാത്തതെന്നൊക്കെ 1-2 പേരൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കതിനെക്കുറിച്ചുള്ള ഒരു അറിവ് പോരാന്നാണ് എൻ്റെ മനസ്സിലെപ്പോഴും തോന്നുന്നത്.
അപ്പോൾ ഈ അറിവ് പോരാത്തത് കൊണ്ട് നമുക്കത് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ അറിയും തോറും ആ പഠനം നന്നായിട്ട് പഠിക്കുമ്പോൾ നമുക്കതിനെ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഇപ്പോൾ ഈശോയുടെ തന്നെ രൂപങ്ങൾ എനിക്ക് നോക്കുമ്പോൾ അത് ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഭാവമാണ് വന്നേക്കണം ആ രൂപത്തിൽ. അപ്പം ഞാൻ ചിന്തിക്കുന്നത് എൻ്റെ ഭാവം എങ്ങനെയാണ്, എൻ്റെ രൂപം എങ്ങനെയാണ് ഈശോനെ കുറിച്ച്. തീർച്ചയായിട്ടും ക്രിസ്തുവിന്റെ മറ്റു രൂപഭാവങ്ങൾ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും അല്ലേ? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ ധ്യാനിച്ച് അവസാന വർഷത്തിൽ ഞാൻ ഈശോയുടെ ഒരു രൂപം ഞാൻ വരച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് ഈശോയുടെ ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ എൻ്റെ കോളേജിൽ ഞാനത് എക്സിബിഷന് ഞങ്ങൾ വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ടീച്ചർ വന്നുകൊണ്ട് ആ രൂപത്തിനെ കണ്ടപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, സിസ്റ്ററിൻ്റെ ഈശോയാണോ അതെന്ന് വെച്ച്. എനിക്കത് ഭയങ്കര വണ്ടറായിരുന്നു. അപ്പോൾ സിസ്റ്റർ മിസ്സെന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എടുത്തോ മിസ്സേ പറഞ്ഞു. അപ്പോൾ മിസ്സാണ് ആദ്യമായിട്ട് എൻ്റെ ഈശോയെ തിരിച്ചറിഞ്ഞത്. അത് ഭയങ്കര രസമുള്ള ഒരു പിക്ചറായിരുന്നു. ഒരു കലാകാരി എന്നുള്ള നിലയിൽ ഇനിയുള്ള സിസ്റ്ററിന്റെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? ഞാനിപ്പോൾ BEd പഠിക്കാൻ ഓക്സിലിയൻ കോളേജ് കിടങ്ങൂർ. അപ്പോൾ BEd പഠിക്കുമ്പോൾ ഞാൻ ആ ഒരു സിലബസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെയാണ് കൂടുതൽ വിഷ്വലി ഒരു പഠന സാധ്യത എങ്ങനെ ആക്കി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ഈ പഠനത്തിൻ്റെ അക്ഷരങ്ങളിലേക്ക് മാത്രം ചുരുങ്ങാതെ അത് കുറച്ചും കൂടി അവർക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷേ സമയം തികയാറില്ല. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് നമുക്ക് ചെയ്ത് എനിക്ക് പിരീഡൊക്കെ തികയാണ്ട് വരും. പക്ഷെ നല്ല എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമാണ് കുട്ടികളെ അതിലൂടെ കുറച്ചും കൂടി പഠിപ്പിക്കണം. അത് വേറിട്ടൊരു കാൽവയ്പായിരിക്കല്ലേ നമ്മുടെ ഇതിന് എനിക്ക് തോന്നുന്നു ടീച്ചിങ് പ്രാക്ടീസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ഈ കലാരൂപങ്ങളൊക്കെ അവിടെയും കുട്ടികളുടെ പഠനത്തിനും ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ സിലബസ് നമ്മൾ നോക്കി പഠിക്കുമല്ലോ ക്ലാസ് എടുക്കണേക്കൊക്കെ മുൻപ്. അപ്പോൾ ഞാനത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഉള്ളിൽ അതെങ്ങനെയെങ്കിലും വിഷ്വലി അത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനതിൻ്റെ ഉള്ളിൽ കിടക്കും തോറും ഇത് ഭയങ്കര ബുദ്ധിമുട്ട് എനിക്കിപ്പോൾ. അപ്പം ഞാനതെങ്ങനെ ഒരു സ്കൾപ്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ അവരെ കൂടുതലും നമുക്കതെങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് ചിന്തിക്കണം എപ്പോഴും.